Good afternoon, sir. Yes, good afternoon. Sir, food കഴിച്ചാ? Yes. Okay. എന്ത് പറയുന്ന വിശേഷം? സുഖം സാർ. വേറെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? വേറെ PSC പഠിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. PC പഠിക്കുന്നുണ്ടോ? ഓ. LDC കോളേജിലെ? LDC പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. ഓക്കെ. വല്ല റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ? ഒരിക്കൽ പോലീസിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, പക്ഷെ ഇതില് ഫിസിക്കലിൽ അന്നോട് പറഞ്ഞതാണത്. കുഴപ്പമില്ല, ശ്രമിച്ചോ. റെഡിയായി. LDC ഏജിലൊക്കെ അയച്ചേക്കണേ. LDC തൃശ്ശൂര്. ഓക്കെ. എക്സാം സെന്റർ ഇവിടെ സാർ. ഈ മാസമല്ലേ? ഓ. ഓക്കെ. My daughter also studying തൃശ്ശൂർക്ക് അയച്ചേക്കണേ. എവിടെയാ കോച്ചിങ്ങിന് പോണേ? അതിന് പുന്നമൂട് സാർ. പോകുന്നില്ല? പുന്നമൂട് പോയിക്കൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്ത ശേഷം തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക സാർ. ഓക്കെ. നമ്മളെ കോഴ്സിന് 2 മാസം കൂടെ ഉള്ളൂ ഈ കോഴ്സ്. ഇനി ആശുപത്രി കയറി ഇരുന്ന് അവിടെ ഇരുന്ന് പഠിക്കും സാർ. ഓക്കെ. ആഞ്ഞു പിടിച്ചോളൂ കേട്ടോ. സാറിന്റെ സ്ഥലം എറണാകുളത്താണോ? എറണാകുളം നോർത്ത് പറവൂർ. ഓക്കെ. യെസ്, നമുക്ക് ആരംഭിച്ചാലോ? സ്റ്റാർട്ട് ചെയ്യാം സാർ. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എവരിബഡി. മറ്റുള്ളവര് സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ. ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ. റെഡി. അപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും പറയാമോ? ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ടെൻസിന് നമ്മളിപ്പോ എവിടെ എത്തി നിൽക്കുകയെന്ന് പറയാമോ? ഏതൊക്കെ ടെൻസിനെ കുറിച്ച്? പാസ്റ്റ് പെർഫെക്റ്റ്. അങ്ങോട്ടൊന്നും പോയിട്ടില്ലല്ലോ. പാസ്റ്റ് കണ്ടിന്യൂസ് വരെ എത്തിയിരുന്നു അല്ലേ? ഓക്കെ. ശരി. ഓക്കെ. അപ്പൊ ഞാൻ ഒന്ന് ചുരുക്കി പറയാം. നമ്മളിപ്പോ 5 ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 5 ടെൻസിനെ കുറിച്ച് പറഞ്ഞതാണ് എന്റെ ഓർമ്മ. ഓക്കെ, 5 ടെൻസിനെ കുറിച്ച് പറഞ്ഞു. അത് ആ ടെൻസിൽ എഴുതിയേക്കുന്ന സെന്റൻസുകൾ കാണുമ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ പ്രസന്റും, സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റും, സബ്ജക്റ്റും ബിൽ അല്ലെങ്കിൽ ഷാൽ വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചറും, സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ING ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസും, സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ING ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസും. ഇത്രയുമല്ല നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി നമുക്ക് ഒരെണ്ണവും കൂടി നമുക്ക് നോക്കിയതിന് ശേഷം വേറെ ഒരു സെക്ഷനിലോട്ട് പോകാം. ഓക്കെ, ഇനി പുതിയതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസിനെ കുറിച്ചാണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കുക, കണ്ടിന്യൂവസ് എന്ന് പറയുന്നതിന് എല്ലാത്തിന്റെയും കൂടെ ING വരും. പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞപ്പോഴും ING ഉണ്ടായിരുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞപ്പോഴും ING ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ കൂടെ ING ഉണ്ട്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയ ഒരു വാചകത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആദ്യം സബ്ജക്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാല്, വില്ല് ഓർ ഷാല്. അത് കഴിഞ്ഞതിന് ശേഷം ബി എന്ന് പറഞ്ഞ വെർബ് ഉണ്ടാവും, ബി. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് അതിന്റെ കൂടെ ING. ഞാൻ കൂടി പറയാം, വില്ല്, സബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം ബി, പിന്നെ വെർബ്, പിന്നെ ING. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിന്റെ സ്ട്രക്ചർ. ഒന്നുകൂടി പറയുന്നു, സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല്, ബി പ്ലസ് വെർബ് പ്ലസ് ING. ഇപ്പോ ആ വാക്കിന്റെ അർത്ഥം, ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഷീ വിൽ ബി കമ്മിങ്. ഷീ വിൽ ബി കമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വരികയായിരിക്കും. ഇതാണ്, ഇപ്പോൾ അവൾ വരികയായിരിക്കും, വന്നുകൊണ്ടിരിപ്പുണ്ട്. ഷീ വിൽ ബി കമ്മിങ്.
ദേ വിൽ ബി റീഡിങ്, അവർ വായിക്കുകയായിരിക്കും. ഐ ഷാൽ ബി റണ്ണിങ്, ഞാൻ ഓടുകയായിരിക്കും. യു വിൽ ബി വർക്കിംഗ്, നിങ്ങൾ ജോലി ചെയ്യുകയായിരിക്കും. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ഫ്യൂച്ചർ കണ്ടിന്യൂസ് എഴുതാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വില്ലോ ഷാലോ ഉപയോഗിക്കുക, അതിലേതെങ്കിലും ഒന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ബി എന്ന് പറയുന്ന വേർഡ്, ബി. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ കൂടെ ING. സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING. അത് നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, FUTURE, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, CONTINUOUS, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. FUTURE, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, CONTINUOUS, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. എന്റെ അടിയിൽ എഴുതുക സബ്ജക്റ്റ് പ്ലസ് എസ് പ്ലസ് വിൽ ഓർ ഷാൽ. വില്ല് ഒരു സ്ലാഷ് ഇട്ടിട്ട് ഷാൽ, വിൽ ഓർ ഷാല് പ്ലസ് ബി പ്ലസ് വെർബ് എന്ന് പറയുന്ന ഷോർട്ട് ഫോം വി പ്ലസ് ING. ഞാൻ ഒന്നുകൂടി പറയാം, സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അതിന്റെ അർത്ഥം ആയിരിക്കും എന്നാണ്. ദേ വിൽ ബി കമ്മിങ്, അവർ വരികയായിരിക്കും. ദേ വിൽ ബി റീഡിങ്, അവർ വായിക്കുകയായിരിക്കും. അപ്പൊ വിൽ ബി അല്ലെങ്കിൽ ഷാൽ ബി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ആയിരിക്കും എന്നാണ്. ഓക്കെ, ഇനി ഓക്കെ, നിങ്ങൾ രണ്ട് വാചകങ്ങൾ പറഞ്ഞേ വിൽ ബി വെച്ച് ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ. ഫ്യൂച്ചർ കണ്ടി സബ്ജക്റ്റ് പറയാ, വിൽ അല്ലെങ്കിൽ ഷാൽ പറയാ, ബി പറയാ. ദേ വിൽ ബി പ്ലേയിങ്, സൂര്യ. ഓക്കെ, ദേ വിൽ ബി പ്ലേയിങ്, സൂര്യ. He will be eating, Parisa. Fasila, she will be dancing. Okay. She will be drawing. I will be sleeping. I will be washing clothes. Yes. ഇനി സബ്ജക്റ്റ് എഴുതുക, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുക. ബിനോയ്, ഷീ വിൽ ബി റൈറ്റിംഗ്. ഓക്കെ, സബ്ജക്റ്റ് എഴുതുക, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുക, ബി എഴുതുക, വെർബിന്റെ കൂടെ ING ചേർക്കുക. ഷീ വിൽ ബി റൈറ്റിംഗ്. She will be studying, Femi. They will be playing, Shahana. I will be dancing, Rinsi. She shall be singing. She will be speaking. I shall be reading, Tasneem. Yes, she will be drinking, Shindo. He will be teaching, Anchana. Okay. റെഡിയാണ്. അപ്പൊ നിങ്ങൾ എഴുതിയത് ശരിയാണ്. സബ്ജക്റ്റ് എഴുതുക, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുക, ബി എഴുതുക, വെർബിന്റെ കൂടെ ING കൂടി ചേർത്ത് കഴിഞ്ഞാല് അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ, ഇനി അതിന്റെ തന്നെ നെഗറ്റീവ് എഴുതാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് വാചകം. അപ്പോ വരികയായിരിക്കും നമ്മൾ പറഞ്ഞു വിൽ ബി കമ്മിങ്. ഇത് നമുക്ക് വരികയായിരിക്കില്ല എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ചേർക്കുക. നോട്ട് ചേർക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ആ വില്ലിന്റെയും ബിയുടെയും നടുക്ക് ഇടയില് നോട്ട് ചേർക്കുക. വിൽ നോട്ട് ബി എന്നാക്കുക. വിൽ ബി നോട്ട് എന്നല്ല, വിൽ നോട്ട് ബി. വില്ലിന്റെയും ബിയുടെയും നടുക്ക് ചേർക്കുക. അപ്പൊ എങ്ങനെ വരും? അപ്പൊ ഷീ വിൽ നോട്ട് ബി കമ്മിങ്, അവൾ വരികയായിരിക്കില്ല. യു വിൽ നോട്ട് ബി റീഡിങ്, നിങ്ങൾ വായിക്കുകയായിരിക്കില്ല. ഷീ വിൽ നോട്ട് ബി ലിസണിങ്, അവൾ ശ്രദ്ധിക്കുകയായിരിക്കില്ല. ഷീ വിൽ നോട്ട് ബി റൈറ്റിംഗ്, അവൾ എഴുതുകയായിരിക്കില്ല. അപ്പോ ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ നെഗറ്റീവ്. ഓക്കെ, ഷീ വിൽ നോട്ട് ബി
dancing, she will not be dancing. Okay. He will not be playing. Okay. Anup. അറിയാവുന്ന വാചകം എഴുതിക്കോളും. നോട്ട് വെച്ചിട്ട് വിൽ നോട്ട് വരാവുന്ന, വിൽ നോട്ട് ബി വരുന്ന വാചകം എഴുതിക്കോളും. മേഘ ബി എഴുതാൻ വിട്ടുപോയി. They will not be sleeping. She will not be dancing. Remy. She will not be singing. He will not be working. I will not be reading. I will not be walking. I will not be drinking. Shall not be dancing. Very good. Yes. You will not be working. Tasni. Yes. Next. Okay. I shall not be sleeping. Anjana. I shall not be sleeping. I will not. Rinsi, ഇപ്പോഴും ബി എഴുതാൻ വിട്ടുപോയി. ബി ഇ ചേർക്കാൻ വിട്ടുപോയി. Okay. യെസ്. അപ്പോ ഇതിന്റെ നെഗറ്റീവ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു വില്ലിന്റെയും ബിയുടെയും ഇടയിലെ നോട്ട് ചേർത്താൽ മതി. വിൽ നോട്ട് ബി. അപ്പൊ ആയിരിക്കില്ല എന്നാണ്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഇതിന്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. അപ്പോ വരികയായിരിക്കും എന്ന് പറഞ്ഞപ്പോ വിൽ ബി കമ്മിങ് എന്ന് പറഞ്ഞു. വരികയായിരിക്കില്ല എന്ന് പറഞ്ഞപ്പോ വിൽ നോട്ട് ബി കമ്മിങ് എന്ന് പറഞ്ഞു. ഞാൻ മാറ്റുകയാണ്, വരികയായിരിക്കുമോ. അപ്പൊ എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വില്ലെടുത്തിട്ട് ആദ്യം പറയുക. അവൾ വരികയായിരിക്കും. നോട്ട് കളയുക, വില്ലെടുത്ത് ആദ്യം പറയുക. അപ്പൊ എന്താ വരും? വിൽ ഷീ ബി കമ്മിങ്. അവൾ വരികയായിരിക്കുമോ. വിൽ യു ബി റീഡിങ്. വിൽ ബി യു എന്ന് പറയുന്നത് വിൽ യു ബി. വില്ല് കഴിഞ്ഞ് പിന്നെ സബ്ജക്ട് കഴിഞ്ഞതിന് ശേഷം ബി എഴുതാം. അപ്പോ വിൽ യു ബി റീഡിങ്. നിങ്ങൾ വായിക്കുകയായിരിക്കുമോ. വിൽ ഹി ബി ടീച്ചിങ്. ഓക്കെ. അവൻ പഠിപ്പിക്കുകയായിരിക്കുമോ. ഓക്കെ. അപ്പോ വിൽ ആദ്യം പറയുക, പിന്നെ സബ്ജക്റ്റ് പറയുക, ബി പറയുക, വെർബ് പറഞ്ഞു കഴിഞ്ഞാല് അതിലൂടെ ഐച്ഛയുള്ള വെർബ് പറഞ്ഞു കഴിഞ്ഞാല് അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നു. ഓക്കെ. എനിക്കും വിൽ ദേ ബി പ്ലേയിങ്. സൂര്യ കറക്റ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ കിട്ടും. She will be playing. Okay. Will she be playing? Maybe. Okay. Ready. Will you be singing? Okay. Will she be studying? Okay. Will it be raining? Will he be playing? Will he be playing? Other. Will you be working? Will she be listening to music? Other. Will he be studying? Okay, Gidu. Will you be swimming? Okay. Okay. അപ്പൊ നമുക്ക് ടെൻസ് എന്നുള്ളത് നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തുകയാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വേറൊരു സെക്ഷനിൽ വേറെ കാര്യം പറയാം. അപ്പോ ഞാൻ ഇതുവരെ പറഞ്ഞത് പറയാം. 6 ടെൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബ് പാസ്റ്റ് ടെൻസ്.
സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് ബില്ല് അല്ലെങ്കിൽ ഷാല് വെർബില്ല പ്രസന്റ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ഐ എൻ ജി. പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ഐ എൻ ജി. ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. നിങ്ങളിൽ ആർക്ക് ഇത് കാണാതെ സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്തിക്കൊണ്ട് പറയാൻ പറ്റും? ഇത് 6 തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇനിപടി ശ്രമിച്ചു നോക്കാറില്ല. ഞാൻ പറയാം സാർ. പറഞ്ഞോളൂ. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്രസന്റ് ടെൻസ്. ഓക്കെ. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് വെർബ് പാസ്റ്റ് ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് വില്ലോ ഷോള് പ്രസന്റ് ടെൻസ് വെർബ്. വെരി ഗുഡ്. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് ഈസ് ഓർ ആം ഓർ ആറ് പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. വെരി ഗുഡ്. പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാള് പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ബഷീർക്ക് ഒരു കൺഗ്രാജുലേഷൻ കൊടുത്തേ. യെസ്. ഓക്കെ ഓക്കെ. ബഷീല വെരി ഗുഡ്, വെരി ഗുഡ്. ആദ്യം പറഞ്ഞല്ലേ, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ശരി ശരി ശരി. അപ്പോ ഏതൊരു വാചകം കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക ഏത് ടെൻസിലാണ് അത് എഴുതിയിട്ടുള്ളത് എന്ന് എപ്പോഴും ചിന്തിക്കുക. എവിടെയെങ്കിലും പോകണമെങ്കിലും കാണുമ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ വഴി കൂടി പോകുമ്പോഴൊക്കെ വായിക്കുമ്പോൾ ഇത് ഏത് ടെൻസാണത് അതൊന്ന് ചിന്തിച്ചേക്കാം. ഓക്കെ, അത് നമുക്ക് ഗുണം ചെയ്യുമോ? ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്? ഇനി 3 കൂടി നമ്മൾ പഠിക്കാനുണ്ട്. 6 3 എന്തായാലും പഠിക്കണം. അപ്പൊ അതുകൂടി നമുക്ക് പഠിക്കാം. അപ്പൊ ഇപ്പൊ ഈ 6 കാണുമ്പോൾ ആലോചിക്കുക ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ആർക്കാ പറയാൻ പറ്റാം? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ട്. അതൊക്കെ 3 സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അതൊക്കെ പ്രസന്റ് പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ. യെസ്. ഓക്കെ 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 ഓക്കെ. ഞാൻ പറയാം. യെസ്, carry on. Leslie. സിമ്പിൾ പ്രസന്റ് ടെൻസ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് വെർബ് പ്രസന്റ് ടെൻസ്. വെരി ഗുഡ്. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. ഓക്കെ. പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. ഓക്കെ. പ്രസന്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും? ഞാനുമില്ല. തെറ്റിക്കോട്ടെ. ബിനോയ് റെഡിയല്ലേ? യെസ്. അപ്പൊ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 6 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. പക്ഷേ നിങ്ങൾ പല സ്ഥലത്തുമൊക്കെ ചെല്ലുമ്പോൾ വേറെ സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോഴും ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിലല്ലാതെയും ചില വാചകങ്ങൾ കാണും. അപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ രാമൻ പാമ്പിനെ കൊന്നു എന്ന് പറഞ്ഞു. രാമൻ പാമ്പിനെ കൊന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതേ ആശയം തന്നെ ഇങ്ങോട്ട് പറയുന്നു. പക്ഷെ നിങ്ങളുടെ ആദ്യത്തെ വാക്ക് പാമ്പ് എന്നായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. അപ്പൊ ആ രീതിയിൽ ചില വാചകങ്ങൾ പാസീവ് വോയിസ് ആയിട്ട് എഴുതിയേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ
എങ്ങനെയാണ് ഒരു വാചകത്തിന്റെ പാസീവ് വോയിസ് എഴുതുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പാസീവ് വോയിസിനെ കുറിച്ച് പറയാം. റെഡിയല്ലേ? ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ഒരു വാചകത്തിന്റെ പാസീവ് വോയിസ് എഴുതണമെങ്കിൽ ആ വാചകത്തിന്റെ ഒബ്ജക്റ്റ് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പാസീവ് വോയിസ് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം. ദേ ഡ്രിങ്ക് ടീ. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ദേ ഡ്രിങ്ക് ടീ. അവരെന്ത് ചെയ്യുന്നു? ചായ കുടിക്കുന്നു. ദേ ഡ്രിങ്ക് ടീ. ദേ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആണ്. അവർ ചെയ്യുന്ന പ്രവൃത്തി അതാണ് വെർബ് ഡ്രിങ്ക്. നമ്മൾ ആ ഡ്രിങ്കിനോട് ചോദിക്കുകയാണ് എന്ത് കുടിക്കുന്നു? ചായ കുടിക്കുന്നു. അപ്പൊ ചായ എന്നുള്ളത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. പാസീവ് വോയിസ് എഴുതുമ്പോൾ ഒബ്ജക്റ്റ് ആണ് ആദ്യം എഴുതേണ്ടത്. പാസീവ് വോയിസ് എഴുതുമ്പോൾ ഒബ്ജക്റ്റ് ആദ്യം എഴുതും. അപ്പൊ ആദ്യം ഒബ്ജക്റ്റ് നമ്മൾ എഴുതുന്നത് ടി എഴുതി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആം, ഇതിലേതൊക്കെ ഒന്ന് ചേർന്നു. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഇതിലേതെങ്കിലും ഒന്ന്. അപ്പൊ ടീയുടെ കൂടെ ഇത് വരും, ഈസ് വരും. അപ്പൊ ടി ഈസ്. പിന്നെ വേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിലെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് എഴുതും. തന്നിരിക്കുന്ന വാചകം ഏതാണ്? ദേ ഡ്രിങ്ക് ടീ എന്നാണ്. അപ്പൊ ഡ്രിങ്ക് എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഡ്രിങ്ക് പ്രസന്റ് ടെൻസ്, ഡ്രാങ്ക് പാസ്റ്റ് ടെൻസ്, DRUNK ഡ്രങ്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ടി ഈസ് ഡ്രങ്ക്. ടി ഈസ് ഡ്രങ്ക്. ഓക്കെ. അപ്പോ ഇതുപോലെയാണ് പാസീവ് വോയിസ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങളൊരു ഹെഡിങ് എഴുതുക. പാസീവ് വോയിസ് ഓഫ് PASSIV, പാസീവ് വോയിസ്, VOICE, പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്. അതിന് താഴെ എഴുതുക ഒബ്ജക്റ്റ്, OBJECT, ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ആദ്യം കണ്ടുപിടിച്ച് എഴുതണം. OBJECT, ഒബ്ജക്റ്റ്. പ്ലസ് ഇട. പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ്, ആം, ആർ, ഇതിൽ ഏതെങ്കിലും ഒന്ന്. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ആദ്യം ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഓക്കെ. പ്ലസ് ഇട. പ്ലസ് വെർബ്, ബി, വെർബ്. ആ വെർബിന്റെ PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. PP ബ്രാക്കറ്റ് PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകുക. വെർബിന്റെ മൂന്നാമത്തെ ഫോം കേട്ടോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം ഒബ്ജക്റ്റ് എഴുതുന്നു, പിന്നീട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകത്വം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സിമ്പിൾ പാസ്റ്റോ സിമ്പിൾ ഫ്യൂച്ചറിനൊന്നുമല്ല. സിമ്പിൾ പ്രസന്റിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകത്തെ പാസീവ് വോയിസ് ആക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളൊരു കാര്യം നോക്കുക. ഒബ്ജക്റ്റ് കഴിഞ്ഞു, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞു, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിച്ചേക്കുന്ന വെർബും INGയുമാണ് പ്രസന്റ് കണ്ടിന്യൂസിൽ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകത്തെ പാസീവ് വോയിസ് ആക്കി എഴുതിയിരിക്കുന്നതാണ് ഇത് മനസ്സിലാക്കണം. ഓക്കെ. അപ്പോ ഞാൻ ഒന്നുകൂടി പറയാം. സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തെ പാസീവ് വോയിസ് ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഒബ്ജക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം. ആര് അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരത്തെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആര് അല്ലെങ്കിൽ എന്ത്. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പിന്നെ ഒരു റൂള് പോലെ നിങ്ങൾ സൈഡിൽ എഴുതിയിട്ടേക്കാം. ചില മാറ്റങ്ങൾ വരുന്നത്. അതായത് ഐ എന്നുണ്ടെങ്കിൽ അതിന് മീ എന്ന് മാറ്റണം. അപ്പൊ ഐ ഹൈഫൺ മീ എന്നിടാം. ഐ ഹൈഫൺ മീ. പാസീവ് വോയിസ് ആക്കാൻ തന്നിരിക്കുന്ന വാചകത്തിലെ ഐ എന്നുണ്ടെങ്കിൽ അത് മീ എന്ന് മാറ്റണം. ME, മീ.
I-me. അടുത്തത് WE, V ഹൈഫൺ us. വി എന്നുണ്ടെങ്കിൽ അത് അസ് എന്ന് മാറ്റണം. വി ഹൈഫൺ അസ്. അടുത്തത് THEY, ദേ എന്നുണ്ടെങ്കിൽ ഒരു ഹൈഫൺ വരച്ചിട്ട് ദം എന്ന് എഴുതുക. THEM, ദം എന്ന് മാറ്റണം. അടുത്തത് ഹെർ, HER, ഹെർ അല്ല സോറി SHE, SHE, ഷീ എന്നുണ്ടെങ്കിൽ അത് HER, ഹെർ എന്ന് മാറ്റണം. HER, ഹെർ. ഷീ എന്നുണ്ടെങ്കിൽ ഹെർ എന്ന് മാറ്റണം. അതിന്റെ താഴെ SHE, ഷീ എന്നുണ്ടെങ്കിൽ SHE, ഷീ എന്നുണ്ടെങ്കിൽ അതിനെ ഹെർ എന്ന് മാറ്റണം. അടുത്തത് ഹി എന്നാണെങ്കിൽ HE, ഹി എന്നാണെങ്കിൽ ഹിം എന്ന് മാറ്റണം. ഹി എന്നാണെങ്കിൽ ഹിം എന്ന് മാറ്റണം. ഒന്നുകൂടി പറയാം. I മീയാവും, വി അസാവും, ദേ ദമ്മാവും, ഷി ഹെറാവും, ഹി ഹിമ്മാവും, യു എന്നുള്ളതിന് മാറ്റമൊന്നുമില്ല, യു തന്നെ വരും. ഓക്കെ. ഇനി അതിന്റെ അടിയിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വാചകം എഴുതിയെടുക്കുക. ദേ ഡ്രിങ്ക് ടീ, ദേ ഡ്രിങ്ക് ടീ, അവർ ചായ കുടിക്കാറുണ്ട്. ഈ വാചകത്തിന്റെ പാസീവ് വോയിസ് ആണ് നമ്മൾ എഴുതുന്നത്. ആദ്യം ഓബ്ജക്റ്റ് എഴുതുക. ഓബ്ജക്റ്റ് എന്താണ്? ടീ. അത് കഴിഞ്ഞ ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്. അപ്പൊ എന്ത് വരും? ഈസ്, ടീ ഈസ്. പിന്നെ ഡ്രിങ്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡ്രങ്ക്, DRUNK, ഡ്രങ്ക്. ഇത്ര എഴുതിയാൽ മതി. ടീ ഈസ് ഡ്രങ്ക്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ദേ എന്നുള്ളത് അങ്ങോട്ട് മാറ്റുമ്പോൾ ദം എന്നാക്കുക. അതിന് മുന്നിൽ ഒരു ബൈ കൂടി ചേർക്കുക. ബൈ ദം, BY, ബൈ ദം. അപ്പം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തന്നിരിക്കുന്ന വാചകത്തിന് ആദ്യം ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ രണ്ട് ചോദ്യങ്ങളുണ്ട്. ആരെ അല്ലെങ്കിൽ എന്ത്. ആ ലഭിക്കുന്ന ഉത്തരമാണ് ഒബ്ജക്റ്റ്. അത് ആദ്യം എഴുതണം. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തിന്റെയാണ്. സിമ്പിൾ പാസ്റ്റിന് സിമ്പിൾ ഫ്യൂച്ചറിനൊക്കെ വേറെ വേറെ വരും. ഓക്കെ, റെഡി? ഞാൻ സെന്റൻസ് പറയാം, നിങ്ങളൊന്ന് ഇംഗ്ലീഷിലോട്ട് ആക്കാം. The judge, JUDGE, the judge finds, FINDS, finds them, THEM, them guilty, GUILTY. ഇനി ഒന്നുകൂടി പറയാം. The judge finds them guilty. The judge finds them guilty. Okay. നിങ്ങൾ സ്വന്തമായിട്ട് ഇതിന്റെ പാസീവ് വോയിസ് എഴുതി വെക്കുക. ആദ്യം ഓബ്ജക്റ്റ് എഴുതുക. ഈ തന്നിരിക്കുന്ന വാചകത്തിൽ രണ്ട് ഓബ്ജക്റ്റ് ഉണ്ട്. ഏതൊക്കെ രണ്ട് ഓബ്ജക്റ്റ്? ജഡ്ജ് അവരിൽ കുറ്റം കാണുന്നു. ആരെ? അവരെ. അപ്പൊ ദം എന്നുള്ള ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. എന്ത് കാണുന്നു?
കുറ്റം കാണുന്നു അതും ഒബ്ജക്റ്റ്. അപ്പൊ രണ്ട് രീതിയിൽ ഇത് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതിക്കും. യെസ്, ഇതാരും എഴുതാതെ. തെറ്റിയാലും കുഴപ്പമില്ല, എന്നത് എഴുത്. ആ, പരീക്ഷ എഴുതിയിട്ടുണ്ട്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അതിൻ്റെ അകത്ത്. ഒന്നുകൂടി നോക്കി. ഗിൽറ്റി എന്ന് പറയുമ്പോൾ സിംഗുലർ ആണേ, നോക്കത്. ആ, ഷെഫി എഴുതി. ദം എന്ന് പറഞ്ഞൊരു വാക്കകത്ത് വിട്ടുപോയി സിൻഡോ. ആ, ബിനോയ് ഗിൽറ്റി എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. ഗിൽറ്റീസ് അല്ല, ഗിൽറ്റി ആണ്. ഓക്കെ, സിംഗുലർ ആകുമ്പോൾ 6 വരില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആ, ഓക്കെ 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 ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ആ, ഇപ്പൊ വരുന്നോളൂ എല്ലാവരുടെ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. സൂര്യ ഓക്കെ. എനിക്കവിടെ ഫൈൻഡിന്റെ പാസ്വേഡ് സിമ്പിൾ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് വൈകുന്നു. നോക്കാം, ഞാനിത് പറയാം. ദ ജഡ്ജ് ഫൈൻഡ്സ് ദം ഗിൽറ്റി. ജഡ്ജ് അവരുടെ കുറ്റം കണ്ടെത്തും. ആര്? അവര്. അപ്പൊ ദേ എന്നുള്ളത് നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ അത് നമുക്ക് ദേ വെച്ച് എഴുതാം. ദം എന്നുള്ളത് ഇങ്ങോട്ട് മാറുമ്പോൾ ദേ ആക്കി. ദേയുടെ കൂടെ എന്ത് വരും? ദേ ആർ. ഒബ്ജക്റ്റ് കഴിഞ്ഞാല് ആർ. ഫൈൻസ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട് എന്നാണ്. അപ്പോ ദേ ആർ ഫൗണ്ട് ഗിൽറ്റി ബൈ ദ ജഡ്ജ്. ദേ ആർ ഫൗണ്ട് ഗിൽറ്റി, അത്രയെങ്കിലും എഴുതിയാൽ മതി. ദേ ആർ ഫൗണ്ട് ഗിൽറ്റി ബൈ ദി ജഡ്ജ്. ഇനി നമുക്ക് ഇത് തന്നെ വേറെ രീതിയിൽ എഴുതാം. ഗിൽറ്റി എന്നുള്ള എന്ത് കണ്ടു? കുറ്റം കണ്ടു. അപ്പൊ ഗിൽറ്റി എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ ഗിൽറ്റി ഒബ്ജക്റ്റ് എഴുതി. ഗിൽറ്റി ഈസ് ഫൗണ്ട് ദം. ഫൈൻഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫൗണ്ട് ദം. ഗിൽറ്റി ഈസ് ഫൗണ്ട് ദം ബൈ ദി ജഡ്ജ്. ഗിൽറ്റി ഈസ് ഫൗണ്ട് ദം ബൈ ദി ജഡ്ജ്. ഓക്കെ, ഇനി അടുത്ത് വേറെ വന്നു. നിങ്ങൾ റെഡി ആയിട്ടില്ല. ദ പ്രസിഡന്റ്, PRESIDENT, the president appoints, APPOINTS, appoints
him. Appoints him. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഒബ്ജക്റ്റ് എന്താണ്? പ്രസിഡന്റ് അവനെ അപ്പോയിന്റ് ചെയ്യുന്നു. ആരെ? അവനെ. ഓക്കെ. ഒബ്ജക്റ്റ് കിട്ടിയ അവനെ എന്നുള്ളത് എഴുതിക്കോളൂ. ഫരീസ് എഴുതിയിട്ടുണ്ട്, സ്റ്റെഫി എഴുതിയിട്ടുണ്ട്, ഷിൻഡോ, വസീല, സൂര്യ, അഞ്ജന, നിത്യ, മേഘ, ആര്യ, വീണ്ടും ആര്യ. ഓക്കെ. ഓക്കെ. പ്രിൻസി തോമസ്. അപ്പൊ ഞാൻ ആൻസർ വായിക്കാം. ദ പ്രസിഡന്റ് അപ്പോയിന്റ്സ് ഹിം. പ്രസിഡന്റ് അവനെ അപ്പോയിന്റ് ചെയ്യുന്നു. ആരെ? അവനെ. അപ്പൊ ഹിം ഒബ്ജക്റ്റ് ആണ്. ഹിം നമ്മൾ ഇതിനെടുത്തു, അതും കൂടെ വന്നു കഴിഞ്ഞപ്പോ ഹി എന്ന് മാറ്റി. ഹിയുടെ സബ്ജക്റ്റ് ആകുമ്പോൾ എന്ത് വരും? ഈസ് വരും, ആകുമ്പോൾ ആറ് വരും. ഈ ഈസ്. ഇനി അപ്പോയിന്റ്സ് എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അപ്പോയിന്റഡ്, APPOINTED. അപ്പൊ he is appointed by the president. Okay. അടുത്തത് our teachers, our mother teaches, പഠിപ്പിക്കുന്നു, TEACH, teaches many stories, STORIES. Our teacher teaches us many stories. ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെ ധാരാളം കഥകൾ പഠിപ്പിക്കുന്നു. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് പാസീവ് ഷോട്ട് ഉണ്ടാവില്ല. ഇതിനകത്തുണ്ട് രണ്ട് ഒബ്ജക്റ്റ്, അത് നിങ്ങൾ കണ്ടുപിടിക്കും. സ്റ്റെഫി ഒന്നിട്ട് പറയാം. അവർ മദർ ടീച്ചസ് പഠിപ്പിക്കുന്നു. അസ് US. അവർ മദർ ടീച്ചസ് അസ് മെനി, MANY, മെനി സ്റ്റോറീസ്, കഥകൾ. മെനി സ്റ്റോറീസ്. ഷിൻഡോ, ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആറ് പോയല്ലോ. ഓക്കെ. വസീല, അഞ്ജന, ഷിൻഡോ, ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതല്ല. സൂര്യ, വസീല, നിത്യ,
ആരെങ്കിലും? ആര്യ ഷാജി, റിൻസി, ഓക്കെ. അപ്പൊ ഞാൻ ആൻസർ പറയാം, നോക്കട്ടെ. അവർ മദർ ടീച്ചേഴ്സ് അസ് മെനി സ്റ്റോറീസ്. അപ്പൊ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ആദ്യത്തെ ഒബ്ജക്റ്റ് അസ് എടുക്കാം. അസ് ആരെ പഠിപ്പിക്കുന്നു? ഞങ്ങളെ പഠിപ്പിക്കുന്നു. അസ് എന്നുള്ളത് കൂടി മാറുമ്പോ വി ആയി എന്നാണ്, വി. അപ്പോ വി ആർ ടോട്ട്, ടീച്ചിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ടോട്ടാണ്. ടോട്ട് മെനി സ്റ്റോറീസ് ബൈ അവർ മദർ. വി ആർ ടോട്ട് മെനി സ്റ്റോറീസ് ബൈ അവർ മദർ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് പഠിപ്പിക്കുന്നു? ധാരാളം കഥകൾ. അത് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു രൂപത്തിലും കൂടി എഴുതാം. മെനി സ്റ്റോറീസ് ആർ ടോട്ട് അസ് ബൈ അവർ മദർ. മെനി സ്റ്റോറീസ് ആർ taught us, taught us by our mother. അടുത്തത്, the officer, OFFICER, the officer gives, GIVES, gives the information, INFORMATION, information. The officer gives the information. Officer വിവരങ്ങൾ കൈമാറുന്നു. ഓക്കെ. പരീക്ഷ എഴുതി. ഷിൻഡോ പാസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഞങ്ങൾ ചെറിയ തെറ്റുണ്ട്. ഷിൻഡോ നിത്യ information is given. Surya, Arya Krishna. Okay. മേഘ ഇൻഫർമേഷൻ ആണ്. ഒരു ഇൻഫർമേഷൻ ഉള്ളൂ, ഇൻഫർമേഷൻസ് അല്ല. അപ്പൊ സിംഗുലർ ആണ്, ഈസ് ആണ്. യെസ്. ആര്യ ഷാജി, ഗീവ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നോക്ക്, ഗീവൺ. ഓക്കെ, ഇനി വായിക്കാം. ദ ഓഫീസർ ഗീവ്സ് ഇൻഫർമേഷൻ. ഓഫീസർ എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻ കൊടുക്കുന്നു. എന്ത് കൊടുക്കുന്നു? ഇൻഫർമേഷൻ. അപ്പൊ ദ ഇൻഫർമേഷൻ ഈസ് ഗിവൺ ബൈ ദി ഓഫീസർ. ബൈ തുടങ്ങി അങ്ങോട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ദ ഇൻഫർമേഷൻ ഈസ് ഗിവൺ ബൈ ദി ഓഫീസർ. ഓക്കെ, ഒരെണ്ണം കൂടി ചെയ്തു. ഒരെണ്ണം കൂടി. They tell, TELL, tell the truth. They tell the truth, TRUTH. അവർ സത്യം പറയുന്നു. They tell the truth. Okay. അഞ്ജന എഴുതി, സ്റ്റെഫി എഴുതി,
ഫസീല എഴുതി, ബിനോയ് എഴുതി, തസ്ലീം എഴുതി, നിത്യ എഴുതി, സൂര്യ എഴുതി, മേഘ, ഗീതു, ഷിൻഡോ, ആര്യ, ഷാജി, ആര്യ കൃഷ്ണ. ഓക്കെ 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 ശരിയാണ്. അപ്പൊ നമുക്ക് ആൻസർ പറയാം. എന്ത് പറയുന്നു അവര്? സത്യഭാമ, ദ ട്രൂത്ത് ഈസ് ടോൾഡ്. ദ ട്രൂത്ത് ഈസ് ടോൾഡ്. ഞാൻ ഇത്ര നേരം പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങളാണ്. അത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞെന്ന് വെച്ചാൽ അത് എളുപ്പത്തിൽ ആദ്യം മനസ്സിലായിട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത്. ഇനി ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള നിയമം വെച്ച് നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് അടുത്ത് ചെയ്യും. ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചതിന് ശേഷം ചെയ്യട്ടോ. അടുത്തത് ഡസ്. അടുത്തത് DOES. ഡസ് എനിബഡി, ANYBODY, എനിബഡി trouble, TROUBLE, trouble me at night. ഞാൻ ഒന്നിനെ പറയാം. Does anybody trouble me at night? ആരെങ്കിലും രാത്രിയിൽ എന്നെ ശല്യം ചെയ്യാറുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഓക്കെ, ഇതൊന്ന് ശരിയാക്കി. ഇതിന്റെ പാസീവ് വോയിസ് ഒന്ന് ആലോചിച്ചേ. ലോജിക്കായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. ചോദ്യം ഒന്നുകൂടി പറയാം. ഡസ് എനിബഡി ട്രബിൾ മീ അറ്റ് നൈറ്റ്? ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സിലോ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. പരീക്ഷ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയേണ്ടിരുന്നതാണ്. നേരത്തെ പഠിച്ച നിയമം വെച്ചൊന്ന് ആലോചിച്ച് നോക്കൂ.
ഏത് ടെൻസാണ്? ഈ ചെറിയൊരു മിസ്റ്റേക്ക് വരിക, ശരിയുടെ അരിയത്തൂടെ പോയിട്ടുണ്ട്. അഞ്ജന, നിത്യ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് രണ്ടുപേർക്കും. ഫസീല ശരിയായിട്ടില്ലല്ലോ. മേഘ ശരിയായിട്ടില്ലല്ലോ. നിങ്ങൾ വേറൊന്നും ആലോചിക്കുന്നത്, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തിന്റെ പാസീവ് വോയിസ് എങ്ങനെ നമ്മൾ പഠിച്ചതാണ്. ആദ്യം ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാചകം പറഞ്ഞത് നിങ്ങൾക്ക് അത് ആദ്യം ഒന്ന് പരിചയമാകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ലോജിക്കായിട്ടൊന്ന് ആലോചിക്കും. ഒന്ന് ലോജിക്. ചെറിയ വ്യത്യാസം ഉണ്ടോ? ആർക്കെങ്കിലും? എനിബഡി? ഓക്കെ ഓക്കെ ഓക്കെ, അത് ഞാൻ പറയാം. നോക്കോട്ടെ. Sir, I am trouble at midnight. പറഞ്ഞ് I am trouble at midnight. I am troubled. അത് തന്നെയല്ലേ എഴുതിയത് നേരത്തെ? അത് വരൂലേ? ഓക്കെ ഓക്കെ ഓക്കെ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും പറയണമെന്നെങ്കിൽ പറയാട്ടോ. സാർ അതിന് പദം ശരിയല്ലേ? ഇല്ല 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 ഇല്ല, തെറ്റുണ്ട്. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും പറയാം? അപ്പൊ ഞാൻ പറയാം. അങ്ങനെ നോക്കട്ടെ, ഇവിടെ നോക്കി. ഡസ് എനിബഡി ട്രബിൾ മീ അറ്റ് നൈറ്റ്? ആരെങ്കിലും എന്നെ രാത്രിയിൽ ശല്യം ചെയ്യുന്നുണ്ടോ? അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ട്രബിൾ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഈ വാചകത്തിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ഒബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതാണ് നിയമം. നോക്കാം. അപ്പൊ ഇതിനകത്ത് ഒബ്ജക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. മീ, എന്നെ. അപ്പൊ അത് ഒബ്ജക്റ്റ് ആകുമ്പോൾ അത് ഒബ്ജക്റ്റ്, മീ ആണ് ഒബ്ജക്റ്റ്. അത് നമ്മൾ ആദ്യം എഴുതുമ്പോൾ ഐ എന്ന് മാറ്റി. ഐയുടെ കൂടെ എന്ത് വരും? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വരും. അപ്പൊ അയാം. ട്രബിൾ എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ട്രബിൾഡ്, TROUBLED, ട്രബിൾഡ് അറ്റ് നൈറ്റ് ബൈ എനിബഡി. ഐ ആം ട്രബിൾഡ് അറ്റ് നൈറ്റ് ബൈ എനിബഡി. ഇവിടെ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ തന്നിരിക്കുന്ന വാചകം ഒരു ചോദ്യമായിരുന്നു. കണ്ടോ? തന്നിരിക്കുന്ന വാചകം ഒരു ചോദ്യമാണ്. ഡസ് എനിബഡി എന്നായിരുന്നു. അതുകൊണ്ട് പാസീവ് വോയിസും അത് ചോദ്യമാക്കി മാറ്റണം. ചോദ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആ ആം ഇല്ലേ, ഐ ആം എന്നുള്ള ആം എടുത്ത് ആദ്യം പറയുക. അപ്പൊ എന്ത് വരും? ആം ഐ ട്രബിൾഡ് അറ്റ് നൈറ്റ് ബൈ എനിബഡി. ഇതാണ് കറക്റ്റ്. ആം ഐ ട്രബിൾഡ് അറ്റ് നൈറ്റ്. ആം ഐ ട്രബിൾഡ്, TROUBLED, ട്രബിൾഡ് അറ്റ് നൈറ്റ്. ഇതാണ് കറക്റ്റ് ആൻസർ. എല്ലാവരും ഐ ആം ട്രബിൾഡ് എന്ന് എഴുതി, അത് ചോദ്യമാക്കി മാറ്റിയില്ല. അതാണ് ആം ഐ ട്രബിൾഡ് എന്ന് പറയാൻ കാരണം. അപ്പോ തന്നിരിക്കുന്ന വാചകം ഒരു ചോദ്യമാണെങ്കിൽ പാസീവ് വോയിസും ചോദ്യം പോലെ തന്നെ ആക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും.
If you have any doubt, ask. ഈ പറഞ്ഞതിന് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്തത് നിങ്ങൾ ചെയ്യുന്നത് മനസ്സിലാവും. നോക്കിക്കോട്ടോ. അടുത്ത ഡസ് DOES does anybody ANY anybody does anybody help him? Does anybody help him? Okay. Any passive voice is question mark ഇട്ടേക്ക. ചോദ്യമുണ്ട്. Does anybody help him? ആരെങ്കിലും അവരെ സഹായിക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഇപ്പൊ അതിന്റെ ഐഡിയ പിടി കിട്ടി. റെഡി ആയല്ലേ? യെസ്. ഓക്കെ. സ്റ്റെഫി, ആര്യ, ബിനോയ്, സൂര്യ, നിത്യ, ഷിൻഡു, പ്രിൻസി ക്വസ്റ്റ്യൻ ആക്കിയില്ല. പഴയതിലെ ഒബ്ജക്റ്റ് എടുത്തു, മീ എന്നുള്ള ഒബ്ജക്റ്റ് എടുത്തു. ഇതിനകത്ത് ഒബ്ജക്റ്റ് എന്താണ്? ഹിമ്മാണ്. അപ്പൊ അത് ഹീ ആയിട്ട് മാറ്റണം. ഹെൽപ്ഡ് ബൈ എനിബഡി. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഓക്കെ ഓക്കെ. ഹെൽപ്ഡ് എനിബഡി. ഓക്കെ ഓക്കെ ബിനോയ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാനത് വായിക്കട്ടെ. നോക്കിയേ. ഡസ് എനിബഡി ഹെൽപ്പ് ഹിം? ആരെങ്കിലും അവനെ സഹായിക്കുന്നുണ്ട്. ഓബ്ജക്റ്റ് എന്താണ്? ഹിം. ഹിം എന്നുള്ള ഓബ്ജക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഹി ആയി. പിന്നെ ഹീയുടെ കൂടെ ഈസ്. ഹി ഈസ് ഹെൽപ്ഡ്. അത് ചോദ്യമാക്കാൻ വേണ്ടി ഈസ് നമ്മൾ ആദ്യം പറയുന്നു. ഈസ് ഹി ഹെൽപ്ഡ്? ഈസ് ഹി ഹെൽപ്ഡ്? ഓക്കെ. ഇനി അതിനകത്ത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പോകെ ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ 6 ടെൻസിനെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പാസീവ് വോയിസ് നമ്മൾ തുടങ്ങി വെച്ചു. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് നമ്മൾ തുടങ്ങി വെച്ചു. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും കൂടെ പറയാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയോട് പറയുകയാണ്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഉണ്ടാവും. ആ സിനിമയെ കുറിച്ച് നിങ്ങളൊരു റിവ്യൂ തയ്യാറാക്കുക ഇംഗ്ലീഷിൽ. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ അത് അവതരിപ്പിക്കാം. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, മൈ ഫേവറേറ്റ് ഫിലിം, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഈസ്, ഇപ്പൊ ഞാൻ പറയുന്നത് ചെമ്മീൻ. ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. ദ ഹീറോ ഓഫ് ദ ഫിലിം ഈസ് സത്യൻ, ഹീറോയിൻ ഷീല. ദി സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ ദ. സാറേ നന്നായിട്ട് അവതരിപ്പിക്കുന്നവർക്ക് വല്ല ഗിഫ്റ്റും തരുമോ? ആദ്യം അവതരിപ്പിക്കേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഫസ്റ്റ് റൗണ്ട് അല്ലേ? ഓക്കെ. ദ സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ ദ ലൈഫ്സ് ഓഫ് ദ ഫിഷർമെൻ. മത്സ്യത്തൊഴിലാളിയുടെ കഥയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സിനിമയെ കുറിച്ച് നിങ്ങൾ റിവ്യൂ തയ്യാറാക്കുക. ഇത് ആരോടും പോയി ചോദിക്കാൻ പറയുകയൊന്നും വേണ്ട. നിങ്ങൾ തെറ്റ് പറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മൈ ഫേവറേറ്റ് ഫിലിം ഈസ് മഞ്ഞുമൽ ബോയ്സ്. വൈ ഡിഡ് ഐ ലൈക്ക് ദ ഫിലിം? ഞാൻ എന്തുകൊണ്ടാണ് സിനിമ ഇഷ്ടപ്പെടുന്നു? അതിനുള്ള കാരണം നിങ്ങൾ പറയും. ഇന്ത്യൻ്റെ കാരണങ്ങൾ കൊണ്ട് ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. അപ്പൊ അത് അടുത്ത ആഴ്ച സ്വന്തമായിട്ട് തയ്യാറാക്കിയിട്ട് അവതരിപ്പിക്കുക. റെഡിയല്ലേ? തെറ്റ് പറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. യെസ്, സ്റ്റെഫി ഈസ് റെഡി. എല്ലാവരും റെഡിയാണ്. അപ്പൊ ഇത് ആരോടും ചോദിക്കാനും പറയാനൊന്നും പോകണ്ട. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ യേശുദാസിനെ പോലെ പഠിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളെ പോലെ, അതായത് നമുക്കറിയാവുന്ന പോലെ നമുക്ക് തെറ്റ് പറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. തെറ്റ് പറ്റുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്ത് പോവാം. അപ്പൊ കഴിയുന്നതും നിങ്ങൾ സാധിക്കുമെങ്കിൽ നമ്മൾ ഈ പഠിച്ച 6 ടെൻസ് ഉപയോഗിച്ച് പറയാൻ പറ്റുമെന്ന് നോക്കാം. 6 ടെൻസ്: സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇടയ്ക്ക് എവിടെയെങ്കിലും ഈ സിമ്പിൾ പ്രസന്റിന്റെ
പാസീവ് വോയിസും ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ഓക്കെ. Thank you. Okay, thank you. Thank you, sir. Okay, welcome.